ഷോർട്ട് ഡിറക്ടർ. ഈസ് ദാറ്റ് പോസിബിൾ? യെസ് ഇറ്റ് ഈസ് എന്ന് നമുക്ക് തെളിയിച്ചു തന്ന ഡയറക്ടറാണ് ദ വൺ ആൻഡ് ഓൺലി തരുൺ മൂർത്തി വിത്ത് മീ. ഹായ്, വെൽക്കം ടു മൈ ഷോ. ലുക്മാൻ അബറാനെ കൊണ്ട് 2 സിനിമകൾ ചെയ്യിച്ചു. മൂന്നാമത്തെ സിനിമ എത്തിയപ്പോഴത്തേക്കും നമ്മള് അത് എവിടെയോ എത്തിപ്പിടിച്ചു. ഞാൻ എൻ്റെ അച്ഛൻ ഭയങ്കര മോഹൻലാൽ ഫാനാണ്. മോഹൻലാൽ, ശ്രീനിവാസൻ, സത്യനന്ദിക്കാട്, പ്രിയദർശൻ, ഈ ഒരു ഗ്യാങ്ങിന്റെ ഏത് പടം ഇറങ്ങിയാലും ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ അത് ഒരിക്കലും തിയേറ്ററിൽ നിന്ന് മിസ്സാക്കാത്ത രീതിയിൽ ഉള്ളൊരു മനുഷ്യനാണ്. ഒരിക്കലും ആരെൻ്റെ അടുത്ത് ചോദിച്ചു, ആരെങ്കിലും അസിസ്റ്റ് ചെയ്തിട്ടാണോ മോനെ സിനിമ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ആഷിഖിൻ്റെ, അപ്പോൾ എൻ്റെ കൂടെ ബിനു ഒക്കെ ഉണ്ടായിരുന്ന കാരണം ആഷിഖ് അബുവിൻ്റെ ഗ്യാങ്ങിൽ നിന്നാണ് അല്ലെങ്കിൽ അവരുടെ ടീമിൽ നിന്നായിരിക്കും തരുൺ വന്നതെന്നൊരു ലാലേട്ടന് തോന്നി. അപ്പോൾ എന്നോട് ആരുടെ കൂടെ ആയിരുന്നു, ആഷിഖിൻ്റെ കൂടെ ആയിരുന്നു എന്ന്. അപ്പോൾ ഞാൻ നല്ല ഏട്ടാ ബിനു ആണ് ആഷിഖിൻ്റെ കൂടെ, ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ടൊക്കെ പഠിച്ചു വന്നതാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ലാലേട്ടൻ്റെ സിനിമകൾ മാത്രമേ ഞാൻ ചെറുപ്പത്തിൽ കണ്ടുള്ളൂ. കാരണം നമ്മുടെ അച്ഛനും അമ്മയാണല്ലോ സിനിമ കാണാൻ കൊണ്ടുപോകണേ. അപ്പം പ്രിയദർശൻ സാറ്, സത്യൻ സാറിൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ മെയിൻലി ലാലേട്ടനാണ് എല്ലാ സിനിമകളിലും. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോയി കാണുന്ന സിനിമ എന്ന് പറഞ്ഞാൽ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. അവരുടെ ലൈഫിൽ നിന്ന് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പിന്നെ അവർ കാണുന്ന ഓരോ വർഷവും ഇറങ്ങുന്ന അല്ലെങ്കിൽ 6 മാസം കൂടുമ്പം കാണുന്ന എല്ലാ സിനിമകളും. അപ്പം സത്യത്തിൽ ഞാൻ സിനിമ പഠിച്ചത് മോഹൻലാൽ സിനിമകൾ കണ്ടുപിടിച്ചിട്ടാണെന്ന് ഞാനന്ന് പറഞ്ഞു. അപ്പം ഏട്ടന്ന് കുറച്ചിരിച്ചു. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ തുടങ്ങിയ ഒരു ലൈഫ്. പിന്നെയാണ് ബാക്കിയുള്ള നടന്മാരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ സ്പേസുകൾ ഉണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നത് തന്നെ കുറച്ചും കൂടിയൊക്കെ മെച്യൂരിറ്റി അല്ലെങ്കിൽ സിനിമാ നോളജൊക്കെ വന്ന ശേഷമാണ്. പിന്നെ സ്കൂളിൽ പോയി, സ്കൂളിൽ ചെന്ന് സ്കൂൾ നാടകങ്ങൾ ചെയ്തതോടുകൂടി അവിടെ മികച്ച നടൻ അല്ലെങ്കിൽ നാടകത്തിന് അവാർഡ് കിട്ടിയപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സിന് പറഞ്ഞു ഇവർ പഴയ പ്രിയദർശൻ, മോഹൻലാൽ ഗ്യാങ്ങായി വരുന്നൊരു ഗ്യാങ്ങാണെന്ന്. അപ്പം നമ്മുടെയൊക്കെ ഉള്ളിൽ വെറുതെ കുറേ മോഹങ്ങൾ. നമ്മളായിരിക്കും ചിലപ്പോൾ അടുത്ത മോഹൻലാൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കണവനായിരിക്കും അടുത്ത ജഗദീഷ്, പ്രിയദർശൻ എന്നൊക്കെ പറയുന്ന നമുക്കുള്ളിൽ തന്നെ ചെറിയ മോഹങ്ങൾ വന്നു തുടങ്ങി. അതങ്ങനെ എങ്ങനെയൊക്കെയോ വളർന്ന് ഒരു സ്റ്റേജ് എത്തിയപ്പോൾ വി ആർ നോട്ട് ഗുഡ് ഇൻ ആക്ടിങ് എന്ന് നമ്മൾ തന്നെ റിയലൈസ് ചെയ്യുന്നു. സ്ക്രിപ്റ്റുമായിട്ട് അല്ല, അതിനു മുമ്പ് സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, സ്ക്രിപ്റ്റുമായിട്ട് വരുന്നു. അഭിനയിക്കാൻ വേണ്ടിയാണ് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയത്. അതെ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും അഭിനയമോഹികൾ പല ആൾക്കാരും പല റോളിൽ സിനിമാ മേഖലയിലുണ്ട്. അങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്നു, പിന്നെയാണ് മനസ്സിലായത് സ്ക്രിപ്റ്റ് സിനിമയായി വരണമെങ്കിൽ ഡയറക്ടറും പ്രൊഡ്യൂസറും കഴിയണം. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഡയറക്ടർ ആയിക്കൂടാ? പ്രൊഡ്യൂസർ ആവാൻ പൈസ ഇല്ല, കയ്യിൽ പിന്നെ എന്തുണ്ട്. ഇപ്പൊ പ്രൊഡ്യൂസർ ആവാൻ പൈസ ആയോ? ആയില്ല. ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോ അങ്ങനെ ഒരു ഫാൻ ബോയ് മൊമെന്റ് ഉണ്ടായിരുന്നു? അതോ എല്ലാ ദിവസവും ഫാൻ ബോയ് മൊമെന്റ്സ്? എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിംഗ്? ടോട്ടലി അറൗണ്ട് 99 ഡേയ്സ് ഉണ്ടായിരുന്നു. അതിൽ ലാലേട്ടൻ തന്നെ നമുക്കിപ്പം ഒരു 74 ഡേയ്സ് ഉണ്ടായിരുന്നു. എല്ലാ ഡേയും നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആണ്. തീരല്ലേ എന്ന് പറയുന്ന മൊമെന്റുകളാണ്. പ്രൊഡ്യൂസർ പക്ഷേ തീരണേ രഞ്ജിതേണ്ണ എന്നേക്കാൾ വലിയ ലാലേട്ടൻ ഫാനാണ്. അപ്പം ലാലേട്ടനൊപ്പം ചെലവഴിക്കാൻ കിട്ടുന്ന ഒരു സമയവും അദ്ദേഹവും കളയും. അപ്പം ഷൂട്ട് ചെയ്തോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രഷറൊന്നും ഇല്ലായിരുന്നു. അപ്പം എനിക്ക് ഇപ്പം ഫാൻ ബോയ് മൊമെന്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് പേര് ഇപ്പോൾ ട്രെയിലറിൽ ഒരു ബാക്ക് ഷോട്ടിങ് ലാലേട്ടൻ ചരിഞ്ഞിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ കമ്പത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഷോട്ട് എടുക്കാൻ നേരത്തിൽ ലാലേട്ടൻ്റെ കയ്യിൽ പറഞ്ഞു, ലേട്ടാ കുറച്ചും കൂടി നമുക്ക് തോള് ചരിക്കണം. അപ്പം പുള്ളി എന്നെ ഇങ്ങനെ നോക്കി, മോനെ എൻ്റെ തോള് ഓൾറെഡി ചരിഞ്ഞായിരിക്കണേ, ഇനി എന്തിനാ അതങ്ങനെ ചരിക്കണേ, ഇനി എന്തിനാ നമ്മളങ്ങനെ ചരിക്കണേ എന്ന് വെച്ചാൽ ബാക്ക് ഷോട്ടാ വെക്കണം. അപ്പോൾ ഒന്ന് ചരിഞ്ഞിരുന്നാൽ ചരിക്കാം, എന്തോരം ചരിക്കണം, ഇത്രയും ചരിച്ചാൽ മതിയോ? അപ്പോൾ നമ്മൾ മതി. അതുകൊണ്ട് ഞാനിങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ ഹെഡ്സെറ്റ് ഇങ്ങനെ വെച്ചിട്ട് മോണിറ്ററിന് ബാക്കിലിരിക്കുമ്പം ഷായി ചേട്ടനാണ്, പുലിമുരുകനൊക്കെ ക്യാമറ ചെയ്ത ഷായി ചേട്ടനാണ് ഷോട്ട് വെച്ചോ ഗിംബൽ പിടിച്ചോണ്ട് ഗിംബലിൻ്റെ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം ലാലേട്ടൻ വന്ന് ഷായിച്ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട്, ആ കുട്ടിക്ക് എൻ്റെ തോള് ചരിക്കണമെന്ന്, എന്താ ചെയ്യുക, ഇത് ചരിഞ്ഞല്ലേ ഇരിക്കണേ. അപ്പം അവൻ്റെ ആഗ്രഹമല്ലേ ലാലേട്ടാ, ചരിച്ചു കൊടുക്ക്, ചരിക്കാം. അപ്പം ഇതാണ് എനിക്ക് പെട്ടെന്ന് മഞ്ജു ചോദിച്ചപ്പോൾ ഒരു ഫാൻ ബോയുടെ ഏറ്റവും എക്സൈറ്റിംഗ് മൂമെൻ്റ് എന്ന് പറയുന്നത് ആ തോള് ചെരിപ്പായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും ഈ സിനിമയിൽ കിട്ടണം എന്ന് അങ്ങനെ വാശി ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ തോള് ചരിവ് നമുക്ക് എല്ലാവർക്കും. ലാലേട്ടനെ ഡയറക്റ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഈസിയാണ്. എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ലാലേട്ടൻ്റെ അടുക്കൽ ഫുൾ സ്ക്രിപ്റ്റ്, ബൗണ്ടഡ് സ്ക്രിപ്റ്റ് ഓൾറെഡി കൊടുത്തിട്ടാണ് ഞാൻ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം ആ സിനിമ എന്താണെന്ന് അറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ പറ്റിയൊക്കെ ഒരു ഓൾറെഡി മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഐഡിയ ഉണ്ടായിട്ടായിരിക്കും അദ്ദേഹം വരുന്നത്. അപ്പം അദ്ദേഹത്തിനിടയ്ക്ക് പോയി ഇങ്ങനെ ചെയ്യ്, നമുക്കിതാണ് വേണ്ടത്, അങ്ങനെ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്ക് സ്ക്രിപ്റ്റിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ഇമോഷണൽ ഫ്ലോ ഒക്കെ വളരെ കൃത്യമായിട്ട് സംവിധായകനായിരിക്കും കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും ലാലേട്ടൻ്റെ അടുക്കെ ഷോട്ട് പറയുമ്പോൾ, ലാലേട്ടാ ഇന്ന് തൊട്ട് മുമ്പത്തെ സീൻ ഇതായിരുന്നു, ഇതിൻ്റെ ഇമോഷൻ ഇങ്ങനെയായിരുന്നു, മോനെ ഓക്കെ. പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സീൻ അതിലോട്ടായിരിക്കും കട്ട് ചെയ്ത് പോകാൻ പോകുന്നു. അതിനപ്പുറത്തേക്ക് ഒന്നും ലാലേട്ടൻ നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ചെയ്യും ഭയങ്കര ഈസിയാണ്. ലാലേട്ടനുണ്ടെങ്കിൽ നമ്മളുടെ ഷൂട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വറിയില്ല. ആ ക്യാരക്ടറിൻ്റെ ആർക്ക് പിടിക്കുമോ, ഇമോഷൻ പിടിക്കുമോ, അല്ലെങ്കിൽ അതിൽ നിന്ന് ക്യാരക്ടറിന് വിധിയിൽ
അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പറയുന്ന സാധനം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സിനിമ ആയിരിക്കും കുറച്ചുകൂടി ഈസിലി തരുൺ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് അല്ലേ? കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ. പക്ഷെ നമ്മുടെ എന്റെ കൂടുതൽ ടെക്നീഷ്യൻസും ഒക്കെ ഭയങ്കര എക്സ്പീരിയൻസ്, മറ്റേതൊക്കെ സൗഹൃദങ്ങളിൽ നിന്ന് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ പഠിച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസിയാണ് കമ്മ്യൂണിക്കേഷൻ. അതെ, ആദ്യത്തെ 2 സിനിമകളും നമ്മുടെ ലുക്മാൻ ഉണ്ടല്ലോ. അപ്പൊ എൻ്റെ ഒരു സംശയമാണ്, ഈ സിനിമയിൽ ലുക്മാൻ ഏതെങ്കിലും വഴിയില്ല നമ്മൾ ലുക്ക് ചെയ്താൽ കാണുമോ പുള്ളിനെ? ഇല്ല, ലുക്മാനെ ഞാൻ ആക്ച്വലി ആദ്യത്തെ ചിന്തകളിലൊക്കെ ലുക്മാൻ ഉണ്ടായിരുന്നുണ്ട് ഒരു വേഷം ചെയ്യാനായിട്ട്. അപ്പം ഞാൻ പിന്നെ ലുക്മാനോട് പറഞ്ഞു, ലുക്മാൻ അത് വേണ്ട, ഞാനൊരു പുതിയ ആക്ടിങ് പരിപാടി ഒരു ആക്ടറിനെ വെച്ച് ചെയ്യാം. നമ്മളിങ്ങനെ കുറേ റിപ്പീറ്റ് അടിച്ചില്ലേ. അപ്പം ഈ ഇന്നലെയും വിളിച്ചവൻ പറഞ്ഞിടാ, എനിക്കിത് നഷ്ടബോധം തോന്നുന്നു, ആ സിനിമ നീ തന്നെ പറഞ്ഞത് ചെയ്യേണ്ടത്. ഞാൻ ഇല്ലടാ, അത് ഫർഹാനാ ചെയ്തേക്കണേ. അപ്പം ആദ്യം എനിക്ക് ലുക്മാനെ കൊണ്ട് ചെയ്യിച്ചു. അപ്പം പിന്നെ അത് റിപ്പീറ്റ് ആവും എഗെയിൻ ബിനു ഉണ്ട് ഓൾറെഡി. അപ്പം ബിനു ലുക്മാൻ, അപ്പം വേണ്ട, നമുക്കൊരു പുതിയ ഫ്രഷ് കാസ്റ്റിംഗ് പരിപാടി പോകാന്ന് ഓർത്തിട്ടാണ്. 2 സംഭവങ്ങളാണ് നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുക. ഒന്ന്, സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതിന്റെ പ്ലോട്ട് കൊണ്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവും. ചില സിനിമകൾ അതിനകത്തെ കാസ്റ്റ് ആരെയാണോ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് അത് വെച്ചിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. ഇപ്പോൾ തരുണിന്റെ സിനിമകൾ, ഈ 3 സിനിമകൾ നോക്കിയാൽ ആദ്യത്തെ 2 സിനിമ ഇറങ്ങിയതിന് ശേഷം പ്ലോട്ട് കൊണ്ട് നമ്മളെ ഹഠാത് ആകർഷിച്ച പടങ്ങളാണ്. പക്ഷെ ഇതങ്ങനെയല്ല, സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ കാസ്റ്റിംഗ് കൊണ്ട് നമ്മളെ ഹഠാത് ആകർഷിച്ച. പക്ഷെ ആസ് എ ഡയറക്ടർ താങ്കൾ എക്സൈറ്റഡ് ആവുന്നത് ഇതിനകത്ത് ഏതിലാണ്? ഇതിപ്പം ഈ സബ്ജക്റ്റ് മറ്റ് 2 സിനിമകളിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് എനിക്ക് സംഭവിച്ചതാണ്. മറ്റേ 2 ഞാൻ തന്നെ മനസ്സിൽ കൊണ്ടു കിടന്ന് അത് എനിക്ക് സമയമെടുക്കുന്ന രീതിയിൽ എഴുതി എനിക്കത് കൺവിൻസിങ് ആയി ചെയ്യാമെന്നൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ എത്തുമ്പോഴാണ് ഞാൻ ആ പടങ്ങൾ കമ്മിറ്റ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ജാവ ആണെങ്കിലും സൗദി ആണെങ്കിലും എഴുതി തുടങ്ങി എനിക്കൊരു സ്റ്റേജ് എത്തുമ്പോൾ ഇത് ചെയ്യണം എന്നൊരു ഫീൽ വരും. അപ്പോഴാണ് ഈവൻ പ്രൊഡ്യൂസറിനെ നമ്മൾ അഡ്വാൻസ് പോലും ചേട്ടാ ഞാൻ റെഡിയാണെന്ന് പറയാറുള്ളൂ. ഇത് ആക്ച്വലി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് രഞ്ജിതൻ പറയുന്നത് ഒന്ന് മീറ്റ് ചെയ്യണം. സൗദികളൊക്കെ കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായി വന്നിട്ടുണ്ട്, ഒന്ന് മീറ്റ് ചെയ്യണം, ട്രിവാൻഡ്രത്തേക്ക് വരാമോ, നമുക്കൊരു സബ്ജക്റ്റ് സംസാരിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ പറഞ്ഞു ലാലേട്ടന് വേണ്ടിയിട്ടാണ് ആ സബ്ജക്റ്റ്. സുനിൽ എന്ന് പറയുന്ന KR സുനിൽ എന്ന് പറയുന്ന ആളുടെ കഥയാണ്. അതിൻ്റെ ഒരു പരിപാടികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഡയറക്ടറും കൂടി വന്ന് അത് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിളിക്കുന്നതേ മോഹൻലാൽ സിനിമ ചെയ്യാനാണ് വിളിക്കുന്നത്. അപ്പം ടെൻഷനുണ്ട്. പിന്നെ എങ്ങാനും കഥ കേട്ടിട്ട് നമുക്ക് വർക്കൗട്ട് ആയില്ലെങ്കിൽ അതൊരു വലിയ അഹങ്കാരമായിട്ട് മാറും. നോ പറയാൻ പറ്റില്ല. പിന്നെ ഒരു ഭയങ്കര ഫാൻ ബോയ് ആണ്. അപ്പോൾ നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഏറ്റവും പ്രഷ്യസ് മൊമെൻ്റ് ആണെന്നറിയാം. അപ്പോൾ ഇത് നോയോ യെസ്സോ പറയുന്നതിന് മുന്നേ ഇത് കഥ എക്സൈറ്റ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ ഇവിടുന്ന് പോകുന്നത് ആ കഥയിൽ നല്ലതായിരിക്കണമേ, ആ കഥ എന്നെ ഡ്രൈവ് ചെയ്യുന്നതാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ട്രിവാൻഡ്രത്ത് പോയി. അപ്പോൾ സുനിലില്ലെന്ന് ട്രിവാൻഡ്രത്ത് പോയി ഞാൻ രഞ്ജിത്തൻ്റെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് സൗദി വെള്ളക്കാനെ പറ്റി സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ സക്സസ് ഒക്കെ പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു ഇതാണ് നമ്മുടെ കഥ എന്ന് പറഞ്ഞൊരു ഒരു ഔട്ട്ലൈൻ പുള്ളി ഒരു 5 മിനിറ്റിൽ പറഞ്ഞു. ആ 5 മിനിറ്റിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ലാലേട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഹാഫ് ഒന്നും അല്ല പറഞ്ഞത്, പുള്ളി അതിൻ്റെ ഫസ്റ്റ് ഹാഫ് മാത്രമേ എടുക്കേ പറഞ്ഞുള്ളൂ. ബാക്കി പറഞ്ഞത് തരുണിൻ്റെ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തോളൂ, സുനിലിനെ വിളിക്കുക, സുനിലുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളുടെ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ലാലേട്ടൻ്റെ കേസ് സബ്ജക്റ്റ് പറയാം. പുള്ളി ഇത് ഓൾറെഡി ചെയ്യാൻ റെഡിയായിട്ടിരിക്കുവാണ്. അപ്പോൾ തരുൺ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ്റെ ഒരു സിനിമ ചെയ്യാനൊക്കെ ആയിട്ട് കമ്മിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്കൊരു ആഷിഖിൻ്റെ ഒരു പടമുണ്ട് ബിനു പപ്പു എഴുതുന്നത്, അത് ചിലപ്പം ഇപ്പം കയറും, അത് കഴിഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്കിത് ചെയ്യാം ചേട്ടാന്ന് പറഞ്ഞു. പക്ഷേ ആദ്യം ഇത് സംഭവിച്ചു. അപ്പോൾ ഞാൻ പക്ഷേ ഇത് എൻ്റെ മാജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രഞ്ജിതേട്ടൻ പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ AD ടീമിൽ വന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ കൂടെ 4 പേരാണ് അസിസ്റ്റൻസ് ആയിട്ടുള്ളത്. ഇവരെല്ലാവരും കടുകട്ടി മോഹൻലാൽ ഫാൻസാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പറഞ്ഞു ചേട്ടാ ഇത് നമ്മൾ പൊളിക്കും, ഞങ്ങൾ എന്ത് കാര്യത്തിലും കൂടെയുണ്ട്, മോഹിത്തുണ്ട്, സന്നു, അങ്ങനെ കുറേ ആളുകളുണ്ട്. അവർ പറഞ്ഞു ഞാൻ ഇതിൻ്റെ എഴുത്ത് മുതൽ ഇതിൻ്റെ അവസാന പരിപാടി വരെ കൂടെ ഞങ്ങളുണ്ട്, കാരണം ഇത് ഞങ്ങളുടെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ മൊമെൻ്റാണ്. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് ആ പറഞ്ഞ കഥയിൽ നിന്ന് എഴുതി ഞാനും സുനിലും തമ്മിൽ എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ഭയങ്കര ലൈഫുള്ള ഫോട്ടോ. അപ്പം ഞാൻ അതോട് ചോദിച്ചു എന്താണ് സുനിലേട്ടാ ഈ, അപ്പം എനിക്ക് നമ്മൾ ഏത് സിനിമ ചെയ്താലും നമുക്കാദ്യം ബിലീവ് ആവണം ഇത് സംഭവിക്കും അല്ലെങ്കിൽ ഇങ്ങനെ കഥ. അപ്പോൾ എനിക്ക് എൻ്റെ മറ്റേ 2 കഥകളും ഇപ്പം ഓപ്പറേഷൻ ജാവ ഞാനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയതുകൊണ്ടും അല്ലെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാളായതുകൊണ്ടും എനിക്കതൊക്കെ സംഭവിക്കും എന്നുള്ള എനിക്ക് ബിലീവബിൾ ആയിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സൗദി അതൊരു പത്രവാർത്തയാണ്. അതിനുശേഷം ഞാൻ കോടതിയിൽ പോയി പഠിച്ച് ഓക്കെ ഇത് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാനത് ചെയ്യുന്നത്. പക്ഷേ ഇതെനിക്കങ്ങനെ പുള്ളി കണ്ട കഥാപാത്രങ്ങളും പുള്ളി കണ്ട സന്ദർഭങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ സുനിലിനോട് ചോദിച്ചു, സുനിലേട്ടാ എന്താണ് സുനിലേട്ടനെ ഈ സിനിമ കാണാൻ പ്രേരിപ്പിച്ചത്?
അപ്പോൾ സുനിലേട്ടൻ പറഞ്ഞു ഈ സിനിമ കാണാൻ അല്ല ഇങ്ങനെ സിനിമ എഴുതാൻ ഇങ്ങനെ സിനിമ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചു. അപ്പം സുനിലേട്ടൻ പറഞ്ഞു ഞാൻ പറവൂർ കൂടി ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു മതിലിൻ്റെ ബാക്കിൽ 2 പേര് ഒരു പോലീസ് സ്റ്റേഷനിൽ നോക്കി വർത്താനം പറഞ്ഞ് നിൽക്കുന്നു. അതിലെനിക്കൊരു കഥ തോന്നി. അതാണ് ഇപ്പം നമ്മൾ ട്രെയിലറിൽ കാണുന്ന ഫസ്റ്റ് ഷോട്ട്. അതപ്പോൾ സുനിലേട്ടൻ പറഞ്ഞ സ്ക്രിപ്റ്റിലൊന്നും അതില്ലായിരുന്നു. സുനിലേട്ടൻ പറഞ്ഞ ആ സിനിമ അങ്ങനെ ഒരു കഥ ആലോചിക്കാമെന്നും അങ്ങനെ ഒരു കഥ നമുക്ക് എഴുതാമെന്നും ഒക്കെ തോന്നിയത് ഈ 2 പേര് ഇങ്ങനെ ബാക്ക് ഷോട്ടിൽ ഇങ്ങനെ തിരിഞ്ഞ് നിന്നിങ്ങനെ എന്തോ പറയുന്നത് കണ്ടപ്പോൾ അതിലെന്തോ ഒരു പാവത്താനായിട്ട് മനുഷ്യൻ, അയാൾക്ക് എന്തൊക്കെയോ കഥകളാണ്. പുള്ളിയുടെ ഒരു ഫോട്ടോഗ്രാഫിക് ഫ്രെയിമാണ്. പുള്ളി പറയുന്നു അങ്ങനെയാണ്, ഒരു ബാക്ക് ഷോട്ട് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ അങ്ങനെയാണെങ്കിൽ എനിക്കിത് മതി. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നോക്കി നിൽക്കുന്ന 2 ആളുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ക്യാരക്ടർ കിട്ടി, എനിക്കിത് ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സീൻ ആദ്യം എഴുതാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സീൻ എഴുതി. റൈറ്റർക്കും ഡയറക്ടർക്കും അത് ഓക്കെ, ഈ കഥയിലെ ഏറ്റവും ബിലീവബിൾ ആയിട്ടുള്ള പോയിന്റ് ഇതാണെന്ന് മനസ്സിലാക്കി. ദെൻ നമ്മൾ സെറ്റിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ലാലേട്ടനൊക്കെ പറഞ്ഞു, ലാലേട്ടൻ ഇതാണ് സുനിലിനെ ഈ കഥയിലേക്ക് എത്തിച്ച സീൻ, അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ട് ചെയ്തു. കൂടിക്കോ, ഓരോ ഫോട്ടോയ്ക്ക് വേണ്ടി ഓരോ കഥയുണ്ടാവും. ഒരു ദിവസം സുനിലിനെ കൊണ്ട് വിളിച്ചിരുത്താം, കുറെ കഥകളുണ്ടാവും. ഓക്കെ, പക്ഷെ ഈ കഥകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ തരുണിന്റെ പടങ്ങൾ എടുത്താൽ എല്ലാം നമ്മുടെ നാട് ബേസ് ചെയ്തിട്ടുള്ള കഥകളാണ്. എന്നാണ് ഇപ്പൊ പൃഥ്വിരാജ് പറഞ്ഞ പോലെ അമേരിക്കയിൽ പോയി, UK പോയി, അവിടെ പോയി, ഇവിടെ പോയി, അങ്ങനെ അറിയില്ല. അങ്ങനെ എനിക്ക് ഞാൻ ഇതുവരെയും അങ്ങനത്തെ കാഴ്ചകൾ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഇടയ്ക്കിൽ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ലാർജർ ദാൻ ലൈഫ് സ്റ്റോറീസൊക്കെ പറയാനായിട്ട് ആളുകൾ വരാറുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും ബിലീവബിൾ ആകാറില്ല. അപ്പം അതാ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ അറിഞ്ഞിട്ടുള്ളതും മാത്രമേ എനിക്ക് സിനിമയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ കിക്കും. ഇന്ന് എല്ലാവരും പുതുമ തേടുന്നുണ്ടെങ്കിലും ലാലേട്ടൻ എത്തുമ്പോൾ എല്ലാവരും പഴമയാണ് തേടുന്നത്. പഴയ ലാലേട്ടനെ തിരിച്ച് തരുണിന് ഇഷ്ടമുള്ളത് പഴയ ലാലേട്ടനെയാണോ പുതിയ ലാലേട്ടനെയാണോ, അല്ലെങ്കിൽ ലാലേട്ടനിൽ നിന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിച്ചതും എക്സ്പ്ലോർ ചെയ്തതും? ഈ സബ്ജക്റ്റ് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് അതിലെ കഥാഗതികളിലൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ലാലേട്ടൻ്റെ കുറേ മാനറിസംസ് സ്ക്രിപ്റ്റിൽ നമുക്കല്ലേ കഥ പറയുന്നതിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ പിന്നീടുള്ള ലാലേട്ടനുമായിട്ട് കോൺവെർസേഷനിലൊക്കെ എനിക്ക് മനസ്സിലായത് ലാലേട്ടന് പുതിയത് ചെയ്യാനാണ് ഇഷ്ടം. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഈ വിൻറ്റേജ് ലാലേട്ടൻ തിരിച്ചു വരുന്നു എന്നോ അല്ലെങ്കിൽ പഴയ ലാലേട്ടൻ തിരിച്ചു കൊണ്ടുവരുന്ന ടാഗ് ലൈൻ ശരിക്കും പറഞ്ഞൊരു അപകടം പിടിച്ച ടാഗ് ലൈനാണ്. എല്ലാവരും പുതിയതാണ്. അപ്പം ഞാൻ സൗദി വെള്ളക്കയുടെ സമയത്ത് ഇൻ്റർവ്യൂ ചെയ്ത പോലെ അല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ജാവയുടെ സമയത്തുള്ളൊരു ഫിലിം നോളജോ അല്ലെങ്കിൽ മെച്യൂരിറ്റി അല്ല ഇപ്പം തുടരും ചെയ്തിട്ടിരുന്ന് സംസാരിക്കും. അപ്പം ഇതെല്ലാ തവണയും മാറി. അപ്പം അദ്ദേഹത്തിന് ഒരു എന്താ പറയുക എല്ലാ തലമുറകൾക്കും കണക്റ്റ് ആവുന്നൊരു മനുഷ്യനാണ്. എൻ്റെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ, അമ്മയുടെ, എൻ്റെ വൈഫിൻ്റെ, എൻ്റെ മക്കളുടെ, എൻ്റെ ഏറ്റവും ഇളയ മോൻ്റെ വരെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആക്ടറാണ് ലാലേട്ടൻ. അപ്പോൾ അത്രയും ഏജ് ഗ്രൂപ്പിനെ കണക്ട് ചെയ്യുന്ന ഒരാളെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പഴയ പോലെ ചെയ്യണം. പക്ഷേ തരുൺ പറഞ്ഞിട്ടുണ്ട് തരുൺ ലാലേട്ടൻ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നോ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അത് ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ വേർഷൻ. അപ്പോൾ ലാലേട്ടൻ അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ഒരു ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ഞാൻ ആദ്യ ഷൂട്ടിൻ്റെയൊക്കെ ആദ്യ സമയത്ത് ഞാൻ അതിന് ശേഷം അത് പിന്നെ പറഞ്ഞിട്ടില്ല. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ലാലേട്ടാ എനിക്കൊരു അയ്യോ ഇടാമെന്ന് ചോദിച്ചു. അപ്പം എന്തിനത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലാലേട്ടൻ പറയണതിൽ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് എൻ്റെ സിനിമയിലെ. അത് മറ്റേ സിനിമ നമ്മൾ ചെയ്തതല്ലേ, അതെന്തിനാ പുതിയതെന്തെങ്കിലും ചെയ്യാം. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഇനി അങ്ങനത്തെ റെഫറൻസുകൾ പറയണ്ട. അതല്ല നമ്മളും പുതിയത് ചെയ്യാനാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഓക്കെ നമ്മൾ ചെയ്യണതിൻ്റെ എഴുത്തിലൊക്കെ എന്തെങ്കിലും പഴയ റെഫറൻസുകൾ വന്നാൽ അതങ്ങനെ പോയിക്കോട്ടെ. പക്ഷേ ഫോഴ്സ്ഫുള്ളി ആ ഒരു പണ്ടത്തെ സിനിമയിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡയലോഗ് പറയുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. പിന്നെ അങ്ങനത്തെ റെഫറൻസുകൾ ഇല്ല. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഒന്നും പുഷ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഈ ചെറിയ സിനിമയുടെ ഡയലോഗ് എഴുതിപ്പം ട്രെയിലറിൻ്റെ അകത്തുള്ള ഗോ ടു യുവർ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു ഭയങ്കര ഹിറ്റായിട്ടുള്ള മാനസം റിപ്പീറ്റ് ചെയ്യാൻ ആ ആക്ടറും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നി പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു വലിയ പടം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളിലേക്കാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ അബ്രഹാം ഖുറേഷിയിൽ നിന്ന് ഷൺമുഖനാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചടങ്ങാണ് ആക്ച്വലി പറഞ്ഞാൽ. മേ ബി ലാലേട്ടനത് ഈസി ആയിരിക്കും, പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് സ്റ്റിൽ ആളുകളുടെ ഇടയിലേക്ക് ആ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ട് അത് എനിക്ക് നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല കേട്ടോ. കാരണം എൻ്റെ വിശ്വാസത്തിൽ എമ്പുരാന് മുന്നേ ഇറങ്ങാൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞാണ് നമ്മൾ ഷൂട്ട് തുടങ്ങിയതും പരിപാടികളും ഒക്കെ. അതൊക്കെ മുന്നാടി തുടങ്ങിയതാണ് അതിൻ്റെ എമ്പുരാൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഡേറ്റുകൾ തന്നത് ലാലേട്ടൻ. അപ്പം അവിടെ ഒരു 30 ദിവസം ബ്രേക്ക് കിട്ടുമ്പോൾ ഇവിടെ വന്ന് 30 ദിവസം അഭിനയിക്കും. പിന്നെ അവിടെയാണ് പുള്ളി ഖുറേഷിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങണ്ടേ.
ആ ഇറക്കമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? Smooth ആയിരുന്നോ? ഒരു സ്ഥലത്ത് പോലും ചേട്ടാ ഇത് കുറേശ്ശെ അടിക്കണമെന്നൊന്നും പറഞ്ഞില്ല. ഒരിക്കലും അങ്ങനെ പറയേണ്ടി വന്നില്ല. പുള്ളി അതിൻ്റെ ഒരു കുസൃതിക്കാരനായിട്ട് തന്നെയാണ് നമ്മുടെ സിനിമ ത്രൂ ഔട്ട് പിടിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തൊന്നും അങ്ങനെ ഒരു കുറേശ്ശെ എലിമെൻ്റൊന്നും വന്നിട്ടില്ല. അത് വരാത്തതാണ് ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ ഒരു ഷർട്ടും ഒരു മുണ്ടും ഒരു റബ്ബർ ചെരുപ്പും ഒരു വാച്ചും പോക്കറ്റിൽ ഒരു ഫോണും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഷൺമുഖനായി. പിന്നെ കോട്ട് വിട്ട് മറ്റൊന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേശ്ശെയായി. അപ്പം പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. പക്ഷേ എമ്പുരാൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഞാൻ പേടിച്ചു പോയി. കാരണം ഇത് ദൈവമേ ഇതൊക്കെ കണ്ടിട്ടാണല്ലോ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ സിനിമ കാണാം. അപ്പം ഞാൻ രാജുവിന് അയച്ച ആദ്യത്തെ മെസ്സേജ് കുറേ തീ അയച്ച്. രാജുവിന് അന്ന് നൈറ്റ് ലീക്കായിട്ടാണല്ലോ വന്നത്. അപ്പം ഞാൻ 1 മണിക്ക് എനിക്ക് ടെൻഷനായിട്ട് ഞാൻ കുറേ വെള്ളം എടുത്ത് കുടിച്ചത്. ദൈവം ഇതിനിപ്പോൾ എന്താണ് നാളെ എൻ്റെ സിനിമ ഇറങ്ങാൻ പോകുമ്പോഴത്തേക്ക് ആളുകൾ എടോ ഇത് ഖുറേഷിനെ പോലെയൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പണി മൊത്തം വേസ്റ്റാണ്. അപ്പം ഞാൻ രാജുവിന് ആദ്യം മെസ്സേജ് കുറേ തീ ആദ്യം അയച്ചു. എന്നിട്ട് പറഞ്ഞു ചേട്ടാ ഇനി ഞാൻ എന്ത് ചെയ്യും? വളരെ നിഷ്കളങ്ക രാജു തിരിച്ച് മെസ്സേജ്, അയ്യോ ബ്രോ ഞാൻ തൻ്റെ പടം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്നു. ഓക്കെ ഇൻഡസ്ട്രിയിൽ അല്ലെ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് മൂവി എടുത്തിരിക്കുന്ന ഡയറക്ടർ ഞാൻ ചെയ്ത ലാലേട്ടൻ വേഷം കാണാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് തോന്നും. പിന്നെ ഓക്കെ പിന്നെ നമ്മളതിനെ കൃത്യമായിട്ട് സ്പ്ലെൻഡർ ഇരിക്കുന്ന ഖുറേഷി അങ്ങനെ ഹെലികോപ്റ്ററിൽ ഇരിക്കുന്ന ഷൺമുഖനൊക്കെ വെച്ച് ക്രോസ് ഓവേഴ്സൊക്കെ വർക്ക് ചെയ്ത് പിന്നെ ഫാൻസും ലാലേട്ടനെ സ്നേഹിക്കുന്ന ഫാൻസ് എന്ന് പറയുന്നത് അവർക്കറിയാം ഈ മനുഷ്യന് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇത് തുടരുമെന്ന് പേരായത് ഏത് അർത്ഥത്തിലാണ് ഇത് തുടരും? ഒന്ന് ലാലേട്ടൻ ശോഭന എന്ന് പറയുന്ന കോമ്പിനേഷൻ തുടരുമെന്നാണോ, അതോ ഇനി ഈ സിനിമയും തുടരും? ഇപ്പം എല്ലാം അങ്ങനെയാണല്ലോ, എല്ലാ സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മുടെ ഫോക്കസ് പോകുന്നത്. അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, തുടരും. ആദ്യമേ ഈ സിനിമ ലാലേട്ടൻ്റെ സ്ക്രിപ്റ്റ് പറയുമ്പോഴൊന്നും ഈ സിനിമയ്ക്ക് പേരില്ല. സുനിൽ ആദ്യമേ ഒരു വേഗമായിട്ട് ചില വർക്കിംഗ് ടൈറ്റിൽസ് ഒക്കെ ഇട്ടിരുന്നു. പക്ഷെ അത് നമുക്കൊന്നും അങ്ങനെ അതല്ല എന്ന് സുനിലും അറിയാം, എനിക്കും അറിയാം. അപ്പം നല്ലൊരു പേരിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാലേട്ടൻ്റെ ഇടയ്ക്ക് ഇപ്പം ലാലേട്ടനും കഥ ഇഷ്ടപ്പെടും. പിന്നെ ഡെയിലി ഉള്ള ചോദ്യം, മോനെ എന്താ നമ്മുടെ പേര്, പടത്തിൻ്റെ പേരെന്ന് ചോദിക്കും. അപ്പം ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടണില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്തെന്നൊക്കെ പറഞ്ഞു, ചേട്ടാ എൻ്റെ മനസ്സിലൊരു ടൈറ്റിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഞാനത് എഴുതി കാണിക്കാം. എൻ്റെ ഇത് വെറുതെ ചിലപ്പം പറഞ്ഞ് ഞാൻ ചിലപ്പോൾ റിജക്റ്റ് ആയി പോകും. അപ്പം ഞാനിതൊരു പോസ്റ്ററിൽ എഴുതി കാണിക്കാം. അപ്പോൾ എന്താ പറ ഞാൻ അതല്ല ഞാൻ എഴുതി കാണിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ലാലേട്ടനെ കൊണ്ട് ഞാൻ പോസ്റ്റർ എടുപ്പിച്ച് ഒരു പയ്യനെ ഇങ്ങനെ തൂക്കി പിടിച്ച്, പയ്യെന്ന് വെച്ചാൽ എൻ്റെ മോനാട്ടോ ലാലേട്ടൻ്റെ ഒക്കത്തിരിക്കുന്നത്. അപ്പം 2-3-4 പിള്ളേരെ അപ്പം അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ട് ഞാൻ എല്ലാവരും അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ് എടാ ഇതൊന്ന് ഒരു 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 പോർട്രേറ്റ് ടൈപ്പ് പോസ്റ്റർ പോലെ ആക്കിയിട്ട് എനിക്ക് അതിൻ്റെ അകത്ത് തുടരുമൊന്ന് വലിപ്പത്തിൽ വെച്ച് തരണം. ഒരിക്കലും നമ്മൾ ഭയങ്കര ചെറിയ പോസ്റ്റർ നല്ല എവിടെ നിന്ന് നോക്കിയാലും കാണാമെന്ന് നല്ല ഉഗ്രം വലിപ്പത്തിൽ ഒരു പോസ്റ്റർ ചെയ്ത് തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു പോസ്റ്റർ എഴുതി എനിക്ക് അയച്ചു തന്നിട്ട് ഞാനിങ്ങനെ അപ്പോൾ ലാലേട്ടൻ്റെ ബർത്ത്ഡേ അന്ന് വിടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ ആ ബർത്ത്ഡേ അതിന് മുമ്പത്തെ ഒരു ദിവസമാണ് ഞാൻ വന്ന് കാണിക്കുന്നത്. അപ്പം ഞാൻ കാണിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞു നല്ല പേരല്ലേ. അപ്പം എല്ലാവർക്കും അപ്പം ലാലേട്ടൻ പറഞ്ഞത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നൊരു വാക്കാണ്. അല്ലെങ്കിൽ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ പരമ്പരകൾ കാണുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിൽ കിടന്ന് ഭയങ്കര പോസിറ്റീവായിട്ടൊരു വാക്കാണ് തുടരും, ടു ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ല പേരാണ്, നമുക്കത് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ പക്ഷേ അന്നേരം എമ്പുരാൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാനത് ഹോൾഡ് ബാക്ക് ചെയ്തു. അപ്പോഴും പിന്നെയുള്ള പോക്കിൻ്റെ നെഞ്ചിതന്നെ ചോദിച്ചു, നമുക്ക് വേണമെങ്കിൽ ഇത്രയും ടൈം കിട്ടിയതുകൊണ്ട് വേറൊരു പേരാണോ എന്ന് വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം. അപ്പം അങ്ങനെ ആലോചിച്ച് ലാസ്റ്റ് മിനിറ്റ് എത്തിയപ്പോഴത്തേക്കും വേണ്ട പറയാം. പിന്നൊരു പേര് വന്നു, വിൻറ്റേജ് എന്ന് പറഞ്ഞൊരു പേര് വന്നു. അപ്പം വിൻറ്റേജ് എന്ന് പറഞ്ഞ പേര് വന്നപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വിൻറ്റേജ് ലാലേട്ടൻ വെറുതെ ഒരു വിൻറ്റേജ് വെറുതെ എന്തിനാണ് ഇങ്ങനൊരു പേര് കൊണ്ടുപോയി, അത് ഭയങ്കര ഫോഴ്സ്ഫുള്ളായി പോവും. അപ്പോൾ അന്ന് ലാലേട്ടൻ അതായിരുന്നു, മോനെ തുടരും എന്ന് പറഞ്ഞാൽ നല്ല പേരാണ്, അതങ്ങ് വിട്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. അപ്പം പിന്നെ എനിക്ക് അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആണ്, നമ്മൾ ആ സിനിമ ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ജനലിൻ്റെയൊക്കെ അപ്പുറത്ത് വെറുതെ ലാലേട്ടൻ റെസ്റ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ജനലിൻ്റെ അകത്തൂടെ ഇങ്ങനെ കൈ വെച്ചിട്ട് തുടരും ടിക്കറ്റ് തുടരും ടിക്കറ്റ്. അപ്പോൾ നമുക്ക് ഈ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്ന കാരണം ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് കാണാം. അപ്പം ആ മനുഷ്യൻ തുടരും എന്ന് പറയുന്ന സിനിമയോടും തുടരും എന്ന് പറയുന്ന ടൈറ്റിലോടും ഒക്കെ അത്രയേറെ ഇൻവോൾവ് ആയിരുന്നു. അപ്പം അങ്ങനെ ഇൻവോൾവ് ആയ ഒരു പേര് പിന്നീട് എനിക്ക് മാറ്റാൻ തോന്നിയില്ല. പറഞ്ഞില്ല തുടരുമോ ഇല്ല, അങ്ങനെ ഒരു സെക്കൻഡ് പാർട്ടൊന്നും മനസ്സിൽ കണ്ടൊന്നും അല്ല ആ സിനിമ എഴുതിയിരിക്കുന്നത്. എന്നാൽ സെക്കൻഡ് പാർട്ടിലോട്ടൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം സുനിൽ അതിൻ്റെ തലയിൽ അങ്ങനെ ഒരു ഐഡിയ വരുവാണ്. കാരണം ഇതിൻ്റെ ബേസ് ഐഡിയ സുനിലിനാണല്ലോ.
സുനിലിന് അങ്ങനെ ഒരു ആലോചനയായിട്ടൊക്കെ വരുവാണെങ്കിൽ ചെയ്യും. ഇപ്പം നിലവിൽ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല ആ സിനിമ ചെയ്തത്. അങ്ങനെ വെറുതെ ഒരു മാർക്കറ്റിംഗ് ഹൈപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആ സിനിമ ഇത് ഇപ്പം കാണുന്ന 2 മണിക്കൂർ 46 മിനിറ്റിൻ്റെ ഒരു സിനിമയാണ്. അതങ്ങനെ കണ്ട് ആസ്വദിച്ച് പോകാം. ശോഭനയിലേക്ക് തുടരും എത്തിപ്പെട്ടത് അപ്പോൾ എൻ്റെയും സുനിലിൻ്റെയും ഭയങ്കരമായ ആഗ്രഹമായിരുന്നു ശോഭന എന്നുള്ളത്. പക്ഷെ ആദ്യം ലാലേട്ടനാണ് സിനിമയിൽ ഇന്നാവേണ്ടത്. നമ്മൾ സ്ക്രിപ്റ്റ് പറയുന്ന മുന്നേ തന്നെ നമ്മളിങ്ങനെ ശോഭന മാമിനോട് ചോദിച്ചാലോ, ഞാൻ രഞ്ജൻ്റെ കിടക്ക് ചോദിച്ചു മാം ശോഭന, അപ്പം രഞ്ജൻ പറഞ്ഞു ആദ്യം ലാലേട്ടൻ ഇന്നാവട്ടെ എന്നിട്ടല്ലേ ബാക്കി ആളുകൾ. അപ്പം അങ്ങനെ ലാലേട്ടൻ ഇന്നായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും സുനിലും കൂടി ഒരുമിച്ച് ഈ ആഗ്രഹം പറഞ്ഞു. രഞ്ജൻ പറഞ്ഞു അവർ ചെയ്യുമോ എനിക്കറിയില്ല. അവരിപ്പം കംപ്ലീറ്റ്ലി ചെന്നൈ ആണ്, അവർക്ക് ഡാൻസാണ്, കാര്യങ്ങളാണ്, അവരങ്ങനെ സിനിമയായിട്ടൊന്നും ഒട്ടും കണക്ടറല്ല. എനിക്ക് ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് തോന്നണു തരണമെന്ന് പറഞ്ഞാൽ എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എന്താ നീ ചോദിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ ഒരു വിഷമം. അപ്പം എന്താണ് അങ്ങനെ ഒരു നോ കേൾക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പം കുറേ ദിവസം ഇങ്ങനെ വേണോ വേണ്ടയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ നായിക വേറെയും ഓപ്ഷൻസ് നോക്കാം നമുക്ക്, എന്നിട്ട് നല്ലൊരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ പോകാമല്ലോ. പക്ഷെ എന്ത് ഓപ്ഷൻ നോക്കിയിട്ടും നമുക്ക് ഇതിൻ്റെ കിക്ക് കിട്ടുന്നില്ല. കാരണം മോഹൻലാൽ ശോഭന എന്ന് പറയുന്നതിൻ്റെ ഇല്ല, എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് നമ്മൾ ജ്യോതികനെ മീറ്റ് ചെയ്തിരുന്നു. ഒന്നും ഞാൻ ഇതുവരെയും ലാലേട്ടനൊപ്പം കാണാത്ത കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ അതൊക്കെ ആലോചിക്കണം. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു തെലുങ്കിൽ നിന്നുള്ളൊരു ആർട്ടിസ്റ്റിന്, പിന്നെ അങ്ങനെ മേതിലി ദേവികേനെ ഒന്ന് ആലോചിച്ചിരുന്നു. അതൊക്കെ ഇങ്ങനെ കാണാത്ത കോമ്പിനേഷൻ ഒന്നും ചെയ്തത്. പക്ഷേ ഇതൊക്കെ ആലോചിക്കുമ്പോഴും ഈ മോഹൻലാൽ ശോഭന എന്ന് പറഞ്ഞൊരു ഒരു ഒരു കിക്കുണ്ടല്ലോ. അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ സഹികെട്ട് പറഞ്ഞു, ചേട്ടാ പറ്റില്ല, നോ കോംപ്രമൈസ്. നമുക്ക് നോ പറയുവാണെങ്കിൽ ഞാൻ വേറെ നോക്കാം. അപ്പോൾ നോ പറഞ്ഞാൽ എനിക്ക് സങ്കടമില്ല, ചേട്ടനും സങ്കടപ്പെടേണ്ട കാര്യമില്ല, വിളിച്ചു നോക്ക്. അപ്പോൾ അങ്ങനെ വിളിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ശോഭനേനെ രഞ്ജിത്തേട്ടനാണ് വിളിക്കുന്നത്. അപ്പം വിളിച്ചപ്പോഴത്തേക്കും എന്താണ് മൂവി, ആരാണ് ഡയറക്ടർ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തോട് എന്നെ വിളിക്കാൻ പറയൂ, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ഇതൊരു നൈറ്റാണ് പറയണത്, ഇങ്ങനെ ശോഭന കഥ കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പം തരണേ ഞാൻ നമ്പർ ഇട്ട് തരാം, വേറെ മാനേജേഴ്സും കാര്യങ്ങളൊന്നും ഇടയിലൊന്നും ഇല്ല, സ്ട്രെയിറ്റ് മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ ഈ ഷൂട്ടിങ് തുടങ്ങുന്ന സമയമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഉറക്കമില്ല. അപ്പം നമുക്ക് എപ്പോഴൊക്കെയോ കിടന്നുറങ്ങും, എപ്പോഴൊക്കെയോ എണീക്കും. പക്ഷേ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ട് ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ തന്നെ ഇന്ന് പ്രിപ്പയർ, ഹൈ മൈസെൽഫ് തരുൺ മൂർത്തി, ഐ ആം തരുൺ മൂർത്തി, എൻ്റെ പേര് തരുൺ മൂർത്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ അവസാനം ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇങ്ങനെ വാട്സപ്പിൽ അയച്ചു, മാം മൈസെൽഫ് തരുൺ മൂർത്തി, ഇങ്ങനെയാണ് രഞ്ജിത്ത് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് എസ്സേ അയച്ചു. ഇങ്ങനെ ഒരു വലിയ എസ്സേ പോലെ ഗ്യാസ് കയറ്റി വിട്ടിട്ട് അയച്ചു കൊടുത്തതും എനിക്ക് ഇമ്മീഡിയറ്റ് വീഡിയോ കോളാണ്. അപ്പം ഞാനാണെങ്കിൽ ഈ ഷർട്ട് പോലും ഇടാണ്ട് ബെഡിന്മേലാണ് ഇരിക്കണത്. അപ്പോൾ എന്നെ വിളിക്കുന്നത് ലെജൻഡറി ആയിട്ടുള്ള ശോഭന ഇടുമ്പോൾ ഞാൻ ഷർട്ടൊന്നും ഇല്ല. അപ്പം ഞാൻ എവിടെ നിന്നൊക്കെയോ ബനിയനൊക്കെ വാരി പൊത്തിയെടുത്ത് മറിച്ചൊക്കെ ബനിയനൊക്കെ ഇട്ടിട്ട് നേരെ ഉറക്കപ്പിച്ച് തന്നെ മാം ഗുഡ് മോർണിംഗ്. അപ്പം മാം എന്തോ ഡാൻസിൻ്റെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ഭയങ്കര വേർത്ത് കുളിച്ച് ഭയങ്കര ടയേർഡായിട്ട് തന്നെ വിളിക്കണേ, ഹേ മാൻ ടെൽ മീ യുവർ സ്റ്റോറി. നമ്മളെ ഒരു ഇൻട്രൊഡക്ഷനും ഇല്ല. അപ്പോൾ ഞാനപ്പം ഇവർ കുറച്ച് ഡാൻസൊക്കെ ഉള്ളതാണല്ലോ, അപ്പോൾ എൻ്റെ കയ്യിലും കുറച്ച് കഥകളി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വന്ന് അതിലോട്ടൊന്ന് കയറാൻ വേണ്ടി ഞാൻ പറഞ്ഞു, മാം ഐ എം എ കഥകളി ആർട്ടിസ്റ്റ്. ഞാൻ നിങ്ങളെപ്പറ്റി ഗൂഗിളൊക്കെ ചെയ്തു തരും, എനിക്കറിയാം നിങ്ങൾ കഥകളി ആർട്ടിസ്റ്റാണെന്നറിയാം, നിങ്ങളുടെ മറ്റേ കാര്യങ്ങളൊക്കെ അറിയാം, എനിക്ക് നിങ്ങൾ 2 പടങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം, നിങ്ങൾ 2 പടങ്ങളും ഭയങ്കര ഹിറ്റാന്നുള്ള കാര്യം അറിയാം. സോ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത്രേ ഉള്ളൂ. ഹോംവർക്ക് എല്ലാ പരിപാടികളും ഭയങ്കര പട്ടയെന്ന് പറഞ്ഞ് അടിക്കണേ. ഞാൻ പതിയെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയൊക്കെയാണ് കഥ, ഇതാണ് ക്യാരക്ടർ, ഇതൊക്കെ പറഞ്ഞു. എനിക്ക് കഥയൊക്കെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോയില്ല. ഓക്കെ, ഐ ആം ഡൂയിങ് ദിസ് പ്രോജക്റ്റ്, ഓക്കെ രഞ്ജിത്തോടെ ഞാൻ സംസാരിച്ചോളാം, ഓക്കെ ഗുഡ് ലക്ക് തരും, കട്ട് ചെയ്തു. ഞാൻ ഇപ്പം എന്താ സംസാരിച്ചതെന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഭയങ്കര എന്താ പറയുക വൈബ്രൻ്റ് ആയിട്ടുള്ള ലേഡി, ഭയങ്കര എനർജി ഉള്ള ലേഡി. അപ്പം എന്താണ് പറഞ്ഞാൽ അവർ ചെയ്യാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്, അവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് ശോഭന മാം ഇന്നായി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കൽ എന്നോട് പറഞ്ഞു, പിന്നെ എന്നെ ഇടയ്ക്ക് വിളിക്കും, പിന്നെ ഞങ്ങൾ വാട്സപ്പിൽ നിരന്തരം ചാറ്റുകൾ ചെയ്യും. അപ്പം എൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയൂ, എന്താണ് തരുൺ കാണുന്നത്, എന്താണ്. അപ്പം ഞാനിങ്ങനെ വോയിസ് മെസ്സേജ് അയച്ചു കൊടുക്കും, ഇതാണ് മാം ഈ സീനിലെ ക്യാരക്ടറിൻ്റെ സ്വഭാവം, ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഓരോ വോയിസ് വളരെ ഡീറ്റെയിൽഡായിട്ട് അയച്ചു കൊടുക്കും. പിന്നെ ഞാനൊരു ക്യാരക്ടർ സ്കെച്ചൊക്കെ വരച്ച് അവരുടെ രൂപം എങ്ങനെയായിരിക്കും, സാരി ഉടുക്കുന്നത് എങ്ങനെയായിരിക്കും, കമ്മലുണ്ടോ മൂക്കുത്തിയുണ്ടോ എന്നൊക്കെ പറയുന്ന അവരൊരു തമിഴ് സ്ത്രീയാണ് എൻ്റെ അത്. അപ്പോൾ അവർക്ക് തമിഴ് സംസാരിക്കാം, തമിഴും മലയാളം കൂടി ബ്ലെൻഡ് ചെയ്ത് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു.
കാരണം ഇതിനു മുമ്പുള്ള സിനിമകളിലൊന്നും അങ്ങനെ ഡബ് ചെയ്തിട്ടില്ല, ആകെ തിരയിലാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതിൽ മാം തന്നെ ഡബ് ചെയ്യാൻ പറഞ്ഞു. അതെ, ശോഭനയുടെ ശബ്ദം കേട്ടിട്ട് ഇത് വേറെ ആരോ ആണോ എന്ന് തോന്നുന്നു നമുക്ക്. അപ്പോൾ ഇതപ്പോൾ ആ തമിഴും കൂടി ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഏറ്റവും ഈസി ആയിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. അപ്പം അങ്ങനെ പറഞ്ഞ് സ്വന്തമായിട്ട് ഡബ് ചെയ്യാൻ പോകുന്നു എന്നുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു മാം ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ. ഐ എം ഗോയിങ് ടു ഡബ് ദിസ് മൂവി, ഐ എം ഗോയിങ് ടു, അത് എപ്പോഴും ലാൽ സാറിൻ്റെ അടുക്കലും അല്ലെങ്കിൽ അവിടെ വരുന്ന എല്ലാ അടുക്കലും ഞാൻ സ്വന്തമായിട്ട് ഡബ് ചെയ്യാൻ പോകുന്ന സിനിമയാണെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പം ഞാനത് അങ്ങനെ കത്തിച്ചു കൊടുത്ത് മാം തന്നെയാണ് ഡബ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ്. പിന്നെ അതങ്ങനെ എന്താ പറയുക, ഭയങ്കര. ഇതിപ്പോ കുറച്ചു മുമ്പ് താങ്കൾ പറഞ്ഞ പോലെ ഞാൻ കഥകളി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഇത് ലാലേട്ടനായിട്ടും വാനപ്രസ്ഥമൊക്കെ, കാരണം പുള്ളിയും കഥകളി ഏറ്റവും വലിയ കണക്റ്റിംഗ് പോയിന്റ് കഥകളിയാണ്. ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഫ്രീ ടൈം ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ അടുക്കൽ ചോദിക്കുന്നതും ഈ കഥകളിയിൽ ഉള്ള വേഷങ്ങളിലും അങ്ങനെ ഇങ്ങനെ ഞാൻ കെട്ടിയിട്ടുള്ള വേഷങ്ങൾ എന്തൊക്കെയാണ്, ആ ഫോട്ടോസ് എന്തൊക്കെയാണ്. ഈ ഞങ്ങളുടെ ഒരു കോമൺ ഫാക്ടർ ഉണ്ടല്ലോ, ഇപ്പോൾ സുനിലുമായിട്ട് സംസാരിക്കുമ്പം ഫോട്ടോഗ്രാഫീസ് വെച്ചിട്ടായിരിക്കും അവർ സംസാരിക്കുന്നത്. ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ കഥകളി അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പോൾ രഞ്ജിത്തേനുമായിട്ട് സംസാരിക്കുമ്പോൾ സിനിമ, ഓവറോൾ സിനിമേനെ പറ്റിയൊക്കെ സംസാരിക്കും. അപ്പം അദ്ദേഹത്തിന് എല്ലാവരുമായിട്ട് കുറേ കണക്ട്. ഇപ്പം ബിനു പപ്പുമായിട്ട് സംസാരിക്കുമ്പം കുതിരവട്ടം പപ്പു എന്ന് പറയുന്ന ആളുമായിട്ട് അഭിനയിച്ച കഥകൾ പറഞ്ഞിട്ടായി. അപ്പം എല്ലാവരുമായിട്ടും അദ്ദേഹത്തിന് കുറേ കണക്ഷൻ പോയിന്റ്സ് ഉണ്ട്. അപ്പം ഞാനുമായിട്ടുള്ളതിൻ്റെ അത് ഇതൊന്നും കഥകളി തന്നെയായിരുന്നു. താങ്കൾക്ക് കഥകളിയുടെ ഒരു ബേസ് ഉള്ളത് കൊണ്ടും ശോഭന ഒരു നർത്തകി ആയതുകൊണ്ടും പാഞ്ചാലിയുടെ ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അല്ലേ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ അതിലൂടെ നടക്കുന്നുണ്ട്. ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഷെയ്ഡ്സ് ഇങ്ങനെ ആയിരിക്കും, ഇതിൻ്റെ ഒരു റിതം ഇങ്ങനെ ആയിരിക്കും, നമ്മൾ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യാറുള്ളൂ. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു മാമിന് പുതിയ അനുഭവമാണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്തിട്ട് അഭിനയിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ടെമ്പോ, ഈ സീൻ്റെ ടെമ്പോ ഇങ്ങനെ ആയിരിക്കും, ലുക്സിന് ഇത്രയും ക്ലോസ് ആയിരിക്കും വെക്കുന്നത്, ലുക്സ് ഇത്രയും ഷാർപ്പാവാം എന്നൊക്കെ പറയുന്ന ചിലപ്പോൾ ഞാൻ പറഞ്ഞു ചില സമയത്തൊരു ഒരു ഭയങ്കര ഷാർപ്പായിട്ടൊരു നോട്ടം നോക്കണം. ഞാൻ പറഞ്ഞു മാം ഒരു പാഞ്ചാലി ഒരു നോക്കുന്ന നോട്ടമില്ലേ, അപ്പം അത് അത്രയും ഉള്ളിൽ വേദനയുള്ളപ്പോൾ നോക്കുന്ന പോലെ നോട്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ അതൊരു അവർക്കത് ഭയങ്കരമായിട്ട് ഈസിലി കണക്ട് ചെയ്യും. അങ്ങനെയുള്ള ഈസിലി കമ്മ്യൂണിക്കേറ്റബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇവരുടെ ലാലേട്ടൻ ശോഭനയുടെ ഏറ്റവും നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നൊരു പടം ഏതായിരിക്കും? തരുണിൻ്റെ ഏറ്റവും ഫേവറേറ്റ് കുറേ ഉണ്ടാവുമായിരിക്കും അവരഭിനയിച്ചിട്ടുള്ളവർ, അവരുടെ കോമ്പിനേഷനിൽ. എനിക്ക് തോന്നുന്നു പക്ഷേ നല്ലൊരു ഓർമ്മയിൽ നിൽക്കുന്നത് പവിത്രം, പവിത്രത്തിൽ ഒന്നിക്കാൻ പറ്റാണ്ട് പോയ രണ്ടും മേ ബി എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നതാണ്. ലാലേട്ടൻ പറയണ്ടായിരുന്നു ദൃശ്യം പോലത്തെ ഒരു കഥയാണ് തുടരുമെന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായി. ദൃശ്യം പോലെ തന്നെ എനിക്ക് അദ്ദേഹം പറഞ്ഞ അതൊരു ഫാമിലി അല്ലെങ്കിൽ കോമൺ മാൻ, ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ട് നടക്കുന്ന ഒരാൾ, അയാൾക്ക് ചുറ്റും നടക്കുന്ന ആളുകളൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള കഥാസന്ദർഭങ്ങൾ, അതുകൊണ്ടാണ് അതൊരു ദൃശ്യം ഒരിക്കലും ദൃശ്യം പോലത്തെ ഒരു കൾട്ട് ക്ലാസിക് ആയിട്ടൊരു സിനിമയായിട്ടൊന്നും ഒരിക്കലും നമുക്ക് കോമ്പീറ്റ് ചെയ്യാനോ കമ്പയർ ചെയ്യാനോ പറ്റില്ല. ദൃശ്യം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ദൃശ്യം തിങ് എന്നാണ് പറഞ്ഞത്. അപ്പം ദൃശ്യത്തിലുള്ള പോലെ ഉള്ള ഒരു ക്യാരക്ടറിൻ്റെ ഗ്രൗണ്ട് ലെവൽ ആക്ടിവിറ്റീസ് ആണ്, ഗ്രൗണ്ടറാണ് അത്രയും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഓട്ടോമാറ്റിക്കലി ഫാമിലി, മക്കൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ദൃശ്യം കമ്പാരിസൺ വരുമല്ലോ. പക്ഷെ ഒരിക്കലും ആ ദൃശ്യം കമ്പാരിസൺ വന്നാൽ അത് ആ സിനിമയ്ക്ക് ഭയങ്കര ദോഷം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ആ സിനിമയ്ക്കകത്ത് ലാലേട്ടനെ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് കടന്നു പോകാവുന്ന മാനസികമായ സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിനിമയിൽ ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ടത് നമുക്കത് ക്യാപ്ചർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. പക്ഷേ അതൊരു ദൃശ്യം പോലത്തെ ഒരു മിസ്റ്ററിയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനോ ഒന്നുമില്ല, അങ്ങനത്തെ എലിമെൻറ്റുകളൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. പക്ഷേ സിനിമയ്ക്ക് ടെൻഷൻസ് ഉണ്ട്, ഈ പറയുന്ന ഹ്യൂമറുകളുണ്ട്, ഈ പറയുന്ന പോലെ കോൺഫ്ലിക്റ്റുകളുണ്ട്, ഈ പറയുന്ന നല്ല എന്താ പറയുക ക്യാരക്ടർ ആർക്കുകളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഈ ദൃശ്യം കൈൻഡ് ഓഫ് കമ്പാരിസൺ വരുമ്പോൾ ഇപ്പം ലാലേട്ടൻ വളരെ ജെനുവിൻലി പറഞ്ഞിരിക്കുന്നത് ആ കോമൺ മാൻ ഫാക്ടറാണ്. പക്ഷേ ആളുകൾ അതിൽ നിന്ന് വെറുതെ എടുക്കുന്നത് പക്ഷേ ഈ പറയുന്ന ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ട്വിസ്റ്റോട് ട്വിസ്റ്റ്, ഒരിക്കലും ഈ സിനിമ ട്വിസ്റ്റ് ഇല്ല. അങ്ങനെ വിചാരിച്ച സിനിമ ചമ്മിപ്പോന്നല്ല, ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പം കടന്നു പോയേക്കാം. അവർ ചിലപ്പം ഇപ്പം ട്വിസ്റ്റ് വരുമ്പോൾ എനിക്ക് കൊടുക്കാൻ ട്വിസ്റ്റ് ഒന്നും ഇല്ല, അപ്പം ഞാൻ എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു ട്വിസ്റ്റും ടേൺസും. പക്ഷേ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കളർ ചേഞ്ചാ, തുടങ്ങുമ്പോൾ ഭയങ്കര എന്താ പറയാ ജോളി ടൈപ്പ് ഓഫ് അങ്ങനത്തെ മൂഡുകളൊക്കെ സിനിമയിലുണ്ട്. പക്ഷെ അതൊന്നും ഒരു സസ്പെൻസോ ത്രില്ലോ ഒന്നുമല്ല, അത് ആ ക്യാരക്ടറിന്റെ ട്രാവൽസ് ആണ്. അതല്ല, മണിയമ്പിള്ള രാജു കുറച്ച് നാൾക്ക് ശേഷമാണ്, അത്
വേറൊരു രീതിയിലാണ്, രൂപത്തിലാണ് അദ്ദേഹത്തെ കുറച്ചുകൂടെ പ്രായമുള്ളതാക്കി, അല്ലെങ്കിൽ ആ ഒരു ഫീലിലാണ്. അപ്പൊ ആ ഒരു കംബാക്ക്. മണിയമ്പിള്ള രാജചേട്ടൻ്റെ ഓപ്ഷൻ ഉണ്ടൊക്കെ പറയുന്നത് രഞ്ജിത്തേട്ടനാണ്. അപ്പോൾ ആ സിനിമ രാജചേട്ടൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നെ അടുക്കെ രഞ്ജിത്തേട്ടനാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പം രാജചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് താടി ഒക്കെ വെക്കുമെന്ന് ചോദിച്ചു. എനിക്ക് നമ്മുടെ ചോട്ടാ മുംബൈയിൽ വഡ്വക്കേറ്റായിട്ട് വരുമ്പോൾ ഈ താടി വെച്ചിട്ടുള്ളൊരു മണിയമ്പിള്ള രാജചേട്ടൻ എനിക്ക് മനസ്സിൽ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇതുവരെയും കാണാത്തൊരു രൂപം. നമ്മളെപ്പോഴും ക്ലീൻ ഷേവ് വെച്ച് നല്ല മീശ മാത്രം വെച്ചിട്ടുള്ള മണിയമ്പിള്ള രാജചേട്ടനല്ലേ കണ്ടുള്ളൂ. അപ്പോൾ താടി വെപ്പിക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊരു പരിപാടി നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പിന്നെ എനിക്ക് ഇതിൻ്റെത് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആക്ടറാണ്. എത്രയോ നാളായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ് രാജചേട്ടൻ. രാജചേട്ടൻ എന്നെ ഇമ്മീഡിയറ്റ്ലി എന്നെ വിളിച്ചു. ഇവിടെ തൻ്റെ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കൊതിയാണ് തൻ്റെ കൂടെ ചെയ്യാൻ. അപ്പോൾ ഒരു ആക്ടർ കൊതിയോടുകൂടി വിളിക്കുമ്പോൾ നമുക്കും ആ ആക്ടറിന് ഭയങ്കര ഇഷ്ടം തോന്നും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഞാൻ കുറേ ഹ്യൂമറും അതൊക്കെ അങ്ങനെ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, എനിക്ക് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറൊന്നും വന്നിട്ടില്ല. എനിക്കിതിലെന്തോ ഭയങ്കര പ്രതീക്ഷ ഉണ്ട് തരണം, ഞാൻ എന്തിനും തയ്യാറാണ്. അപ്പോൾ ഞാൻ ഒന്നും ചെയ്യേണ്ട, താടി ഒന്ന് വെച്ചാൽ മതി. അപ്പം പുള്ളി പറഞ്ഞു താടി വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നരച്ചോളൂ, നമ്മൾ എത്രത്തോളം നരച്ചോട്ടെ ആ നരയോടുകൂടി ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനപ്പം ഷൂട്ട് തുടങ്ങി ഒരു 7-8 ദിവസം കഴിഞ്ഞപ്പോഴാണ് രാജചേട്ടൻ സെറ്റിൽ വരുന്നത്. അപ്പം രാജചേട്ടൻ സെറ്റിൽ വന്നപ്പം തന്നെ ക്യാരവാനിൽ വന്നിരുന്ന് അപ്പോൾ എൻ്റെ അടുത്ത് ഞങ്ങൾ മീറ്റ് ചെയ്ത് പറഞ്ഞു എനിക്ക് സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കാൻ തരാമെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ അസിസ്റ്റൻറ്റ് കൊണ്ട് ഞാൻ സ്ക്രിപ്റ്റൊക്കെ കൊണ്ട് വായിച്ചു. അദ്ദേഹം ക്യാരവാൻ്റെ അതൊന്ന് ഫുൾ സ്ക്രിപ്റ്റൊക്കെ വായിച്ച് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് സെറ്റിലോട്ട് വരുന്നത് എന്നെ കാണാനായിട്ട്. വന്നപ്പം തന്നെ എന്നെ കുറേ നേരം ഹഗ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. സന്തോഷമാണോ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വന്നത്, ഭയങ്കര സന്തോഷം. അപ്പം ആ മനുഷ്യൻ്റെ കൊതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ചെയ്യണം. അപ്പോൾ ആ സ്ക്രിപ്റ്റ് വായിച്ച് വന്ന കൊതിയുടെ പുറത്ത് ഞാൻ മുടി അങ്ങ് മൊട്ടയടിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തോരം മൊട്ടയടിക്കണ്ട, നമുക്ക് പറ്റേ വെട്ടാന്ന് പറഞ്ഞു. കുട്ടിച്ചെന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യണം, ഒരു വർക്ക്ഷോപ്പുകാരനായിട്ടാണ് ചെയ്യണം. മുടി അങ്ങോട്ട് പറ്റേ വെട്ടാന്ന്. അപ്പോൾ ആദ്യം പുള്ളി പോയി പട്ടണ റഷീദൊക്കെയാണ് മേക്കപ്പ് ചെയ്യണേ. വന്ന് ഇങ്ങനെ മുടിയൊക്കെ പറ്റേ വെട്ടി എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഞാൻ കുട്ടിച്ചനായോ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി പറ്റേ വെട്ടാന്ന് പറഞ്ഞു. പിന്നെയും പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു അത്രയും സീനിയറായിട്ടൊരു ആർട്ടിസ്റ്റ് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് രൂപം മാറാനായിട്ട്. അപ്പം എന്താ പറയുക, സാധാരണ സീനിയേഴ്സുള്ള ആളുകളൊക്കെ ചിലപ്പം നേരത്തെയൊക്കെ പോകാനൊക്കെ പറയും. ഇത് അങ്ങനെയൊന്നുമല്ല, വെളുപ്പിന് 6 മണി ഷൂട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് 6 മണി വരെ ഷൂട്ട് ചെയ്യുക. കാരണം ആ മനുഷ്യന് ഈ ക്യാരക്ടർ അത്രയേറെ വാല്യുബിളാണ് എന്നൊരു ഫീലുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞത് അങ്ങനെ അതിഭീകരമായ പെർഫോമൻസ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അത് ഒരു ഫീലാണ്. മണിയമ്പിള്ള രാജചേട്ടൻ അങ്ങനെ കുട്ടിച്ചനായിട്ട് ലാലേട്ടനൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഇമോഷനാണ്. മണിയമ്പിള്ള രാജു ഇല്ല അതിൻ്റെ അതൊരു വേറെ ആരോ ഒരാളാണെന്ന് തോന്നിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഭംഗി.